നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 മാർച്ച് 25 ചൊവ്വാഴ്ച, തിരുവോണം നക്ഷത്രം വരുന്ന ദിവസം, അതായത് ഉത്തരായന കാലം, വസന്ത ഋതുവിൽ കൃഷ്ണപക്ഷ ഏകാദശിയും കൂടി വരുന്ന ദിവസം, കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 11 ഉദയം 6:30 AM അസ്തമനം 6:32 PM രാഹുകാലം 3:31 മുതൽ 5:01 വരെയും ഗുളികകാലം 12:31 PM മുതൽ 2:01 PM വരെയും യമകണ്ഠകാലം 9:30 AM മുതൽ 11 AM വരെയും ആകുന്നു. അഭിജിത്ത് മുഹൂർത്തമാവട്ടെ 12:06 PM മുതൽ 12:28 PM വരെയും 12:32 PM മുതൽ 12:54 PM വരെയുമാണ്. ചന്ദ്രാഷ്ടമം മിഥുനക്കൂറുകാർക്ക്. ഇനി നമുക്ക് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചൊവ്വാഴ്ച, ഏകാദശി തിഥി, തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രം എന്ന് പറയുമ്പോൾ തന്നെ മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതേ ദിവസം തന്നെ കൃഷ്ണപക്ഷത്തിലാണെങ്കിൽ പോലും ഏകാദശി വരുന്നത് വളരെ പുണ്യമാണ്. അപ്പോൾ ഏകാദശി ആയതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സ് തുറന്ന് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത്, ഏകാദശി വ്രതം എടുക്കുന്നവർ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്നത് നന്നായിരിക്കും. ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഭദ്രയെ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. അമ്മയുടെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ. കാരണം കുടുംബ പരദേവതകളെയൊക്കെ പ്രാർത്ഥിക്കുക, നെയ്വിളക്ക് തെളിക്കുക, അതുപോലെ വരാഹി ദേവിയൊക്കെ പ്രാർത്ഥിക്കുന്നതിന് പറ്റിയ ദിവസമാണ്. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, ഏകാദശി വ്രതം എടുക്കുക, അതും വളരെ പുണ്യമുള്ള ദിവസമാണ്. ഒന്നും ഇതിന് പൂജയോ വ്രതമോ ഒന്നും ചെയ്യാൻ സാധിക്കാത്തവർ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കാം. ഓം നമോ നാരായണായ എന്ന് ജപിക്കാം. ചൊവ്വാഴ്ച ആയതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയെ കൂടി മനസ്സിൽ ധ്യാനിക്കുന്നത് നന്നായിരിക്കും. ശരവണഭവ എന്നോ മുരുക എന്നോ ആണ്ടവ എന്നോ ഏതാച്ച മനസ്സിൽ ഭഗവാനോടും അപേക്ഷിക്കുന്നത് നന്നായിരിക്കും. കൊടുങ്ങല്ലൂർ മീനഭരണിയോടനുബന്ധിച്ച് സാധാരണ തിരുവോണം നാളിൽ, മീനത്തിലെ തിരുവോണം നാളിൽ പാമ്പുമ്മേക്കാട്ട് മനയിൽ നട തുറന്നുള്ള ദർശനം സാധ്യമാണ്. കഴിയുന്നതും അവിടെ പോയി ദർശനം നടത്തുക. മീനഭരണി അടുത്ത സമയമായതുകൊണ്ട് തിരുവോണം നാൾ മുതൽ തുറന്നിടുമെന്നാണ് ശാസ്ത്രം. അപ്പം എന്തായാലും സാധിക്കുന്നവർ അവിടെ പോയി നാഗദേവതകളുടെ അനുഗ്രഹം കൂടി വാങ്ങുന്നത് നന്നായിരിക്കും. 27 നക്ഷത്രക്കാർക്കും ഈ ദിവസം എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മേടക്കൂറ്, ജനസമ്മതി, ധനം, അംഗീകാരം, മത്സരകാര്യങ്ങളിൽ വിജയം, പുതിയ വീട് നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ, വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമൊക്കെ ചെയ്യുന്നതിനുള്ള ദിവസമാണ്. കാരണം മാർച്ച് അവസാനിക്കാറായി. ഇനി അവസാനത്തെ ദിവസങ്ങളൊക്കെ തന്നെ കൂടുതൽ നന്നായി പഠിച്ച വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തുക. ഉയർന്ന വിദ്യാഭ്യാസം, ഉയർന്ന കോഴ്സുകൾക്കൊക്കെ പഠിക്കുന്നവർക്ക് അവരുടെയും പഠനം ത്വരിതപ്പെടുത്തുവാനുള്ള സമയമാണ്. എന്തായാലും മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല ഏത് കാര്യത്തിലും വിജയം വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിവാഹാലോചനകളൊക്കെ വരാനുള്ള യോഗം കാണുന്നു. കലാകാരന്മാർക്ക് സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ നിന്നൊക്കെ അംഗീകാരവും പ്രശസ്തിയുമൊക്കെ ലഭിക്കുന്നതാണ്. ധനം, ഏതെങ്കിലും ഒരു ഇനത്തിൽ ധനം വന്നു ചേരാനുള്ള യോഗം കാണുന്നു. വീട് അലങ്കരിപ്പിക്കുന്നതിന്, ഗ്രഹോപകരണങ്ങളോ അല്ലെങ്കിൽ ഗ്രഹമോടി പിടിപ്പിക്കുന്നതിനുള്ള വസ്തുക്കളോ ഒക്കെ വാങ്ങി വീടൊക്കെ ഒന്ന് അലങ്കരിച്ച് എല്ലാം ഒന്ന് നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള സാഹചര്യം
കാണുന്നു. ജനപ്രതിനിധികൾക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഈ ദിവസം കാണുന്നത്. കൃഷിക്കാർക്കും കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കും ഒക്കെ വളരെ മോശമല്ലാത്ത, എന്നാൽ ഒരുപാട് അനുകൂലവും അല്ല, എന്നിരുന്നാലും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ഇന്ന്. എല്ലാവരും മഹാവിഷ്ണുവിനെയും സുബ്രഹ്മണ്യസ്വാമിയെയും ഭദ്രയെയും പ്രാർത്ഥിക്കൂ. എല്ലാം മംഗളമായി ഭവിക്കട്ടെ. ഇടവം രാശി. മിത്രം ചിലപ്പോൾ ശത്രുവായേക്കാം. വളരെ സ്നേഹത്തിലിരുന്നവർ ചിലപ്പോൾ അവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ശത്രു അതുപോലെ തന്നെ ശത്രുരംഗത്ത് ശത്രുപക്ഷത്ത് കരുതിയിരുന്നവർ ചിലപ്പോൾ മിത്രമായി വരാനുമുള്ള യോഗം കാണുന്നു. കൂടുതൽ വസ്തു സംബന്ധമായും ഗ്രഹസംബന്ധമായും ഒക്കെയുള്ള ഒരു ആശയക്കുഴപ്പം പരിഹരിക്കുന്നതിനുള്ള ഒരു ദിവസമാണ്. കാരണം ഗൃഹനിർമ്മാണം ആണോ, അല്ലെങ്കിൽ ഇപ്പം വീട് പണിയണോ, അതോ ഇത് വിറ്റിട്ട് വേറെ പുതിയത് വാങ്ങണോ എന്നൊക്കെ ഒരു ആലോചനയിൽ ഏതെങ്കിലും ഉറച്ച തീരുമാനമെടുക്കുവാനുള്ള ഒരു ദിവസമാണിത്. അതുപോലെ തന്നെ വീടും പറമ്പും കൂടി വിറ്റിട്ട് പുതിയ ഫ്ലാറ്റോ വല്ലതും വാങ്ങണമെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ വസ്തു സംബന്ധമായും ഗ്രഹസംബന്ധമായും പുതിയ തീരുമാനങ്ങൾ, ക്രയവിക്രയത്തെക്കുറിച്ച് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാവും. പുതിയതൊന്ന് മാറ്റി വാങ്ങാനായിട്ടോ ശ്രമിക്കും. അതുപോലെ വാഹനമൊന്ന് മെച്ചപ്പെടുത്തിയെടുക്കുന്നതിനുള്ള കാരണം എൻ്റെ എഞ്ചിനൊക്കെ ഒന്ന്, കാരണം കുറച്ച് വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുതുക്കുന്നതിനുള്ള ഒരു തീരുമാനവും ഉണ്ടാവും. അതുപോലെ ഏത് കാര്യത്തിലും ഒരു നേതൃസ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരവസരം വന്നു ചേരും. ഇപ്പോൾ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചാൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അതുപോലെ കുടുംബയോഗങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയിലൊക്കെ നേതൃസ്ഥാനം വഹിക്കാനുള്ള ഒരു സാഹചര്യം വന്നൊരു ഉത്സവത്തോടനുബന്ധിച്ച് വല്ല തലപ്പിലെയോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെയും സാന്നിധ്യം തെളിയിക്കാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. എന്നാൽ എല്ലാത്തിനും മുൻകൈ എടുക്കുന്നത് കൊണ്ട് അല്പം ധനനഷ്ടവും കുടുംബക്കാരിൽ നിന്ന് ചിലപ്പോൾ അപവാദവും ഒരു അപമാനവും ഒക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗക്കയറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരാനുള്ള സാധ്യതയുമുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനത്തിൽ, അതുപോലെ സാങ്കേതിക IT മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ച് പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടി വരുന്ന ദിവസമാണ്. എന്നാലും അവസാന സമയം വിജയം പ്രതീക്ഷിക്കുന്നതാണ്. തൊഴിലിൽ കുറച്ചുകൂടി നേട്ടം പ്രതീക്ഷിക്കാം. യുവമിഥുനങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ്. ചിട്ടി, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ അല്പം വിജയം, ഇങ്ങനെ എല്ലാം ഒരു അനുകൂലത്തിൽ വരുമ്പോൾ പോലും മനസ്സിന് എന്തൊന്നില്ലാത്ത ഒരു ആശങ്ക വരുന്ന ദിവസമാണ്. അതുകൊണ്ട് ഗണപതി ഭഗവാനെയും സുബ്രഹ്മണ്യ സ്വാമിയും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് കഴിയുമെങ്കിൽ സിദ്ധിവിനായകൻ ഒരു നാളികേരമൊക്കെ ഉടയ്ക്കുന്നത് നന്നായിരിക്കും. മുരുക മുരുക എന്നിങ്ങനെ ഒരു 108 പ്രാവശ്യമൊക്കെ ജപിക്കുമ്പോൾ മനസ്സിൻ്റെ ഒരു ഭീതിയൊക്കെ മാറിക്കിട്ടും. പൊതുവെ ഒരു അനുകൂലമായ ദിവസമാണ് 25/3/2025. മിഥുനം രാശി. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 25/3/2025 വിവാഹ കാര്യങ്ങൾ തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. കച്ചവടത്തിൽ അല്പം ലാഭം വർദ്ധിക്കും. കുടുംബാന്തരീക്ഷം സുഖകരമാകും. വ്യാകുലതകൾ നീങ്ങും. ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷയും വർദ്ധിക്കും. മഹത്തായ കാര്യങ്ങൾ സാധിച്ചെടുക്കും. വസ്തു കച്ചവടത്തിനുള്ള സാധ്യതയും കാണുന്നു. പൊതുവെ പറഞ്ഞാൽ അനുകൂലമായ സാഹചര്യമുള്ള ഒരു ദിവസമാണ്. രാശിനാഥനായ ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമസ്വാമിയെയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാവിഷ്ണുവിനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, ഭദ്രകാളി അമ്മയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ ഗുണഫലമുള്ളതായി തീരും. കർക്കിടകം രാശി. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും.
കർമ്മരംഗത്ത് കഠിനാധ്വാനം ചെയ്യേണ്ടതായ അവസ്ഥ വന്നു ചേരും. പുതിയ ജീവിത പദ്ധതികൾ ആവിഷ്കരിക്കും. പുതിയ പുതിയ ബന്ധങ്ങൾ നല്ല ഗുണം ചെയ്യും. സാഹചര്യങ്ങൾ പഠനത്തിനുള്ളത്, കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ഏത് പ്രവർത്തനവും അനുകൂലമാകുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രവർത്തനങ്ങൾ ഗുണഫലീകരിക്കും. അപേക്ഷകളും നിവേദനങ്ങളും പരിഗണിക്കപ്പെടും. പുതിയ കർമ്മ പദ്ധതികൾ രൂപപ്പെടുത്തി നടപ്പിലാക്കിയെടുക്കും. പൊതുപ്രവർത്തകർക്ക് നല്ല ദിവസമാണ്. രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാവിഷ്ണുവിനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരും. ചിങ്ങം രാശി. കർമ്മരംഗത്ത് ചെറിയ തോതിലുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബ സദസ്സുകളിൽ പങ്കാളിയാവും. നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവും. സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്തുന്നതോടൊപ്പം അനുയോജ്യമായ യാത്രകളുടെ ഒരു ഗുണഫലം കൂടി പ്രതീക്ഷിക്കാവുന്നതാണ്. ഭാവി കാര്യങ്ങൾ ഭദ്രമാകും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ വർദ്ധിക്കും. മനഃശാന്തി കൈവരും. പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കും. അധ്വാനിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകും. സ്വന്തമായി സംരംഭങ്ങൾ ആരംഭിക്കും. വിശിഷ്ട സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള ഒരു തീരുമാനവും ഉണ്ടാവും. വീട്ടുകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും. പൊതുവെ പറഞ്ഞാൽ രാശിനാഥനായ സൂര്യഭഗവാനെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുമ്പോൾ, ഭദ്രകാളി അമ്മയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ ശോഭനമായി തീരും. ചുവന്ന വസ്ത്രം ധരിക്കുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കും. കന്നിക്കൂറ്. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിപ്പിക്കുന്നതിന് ശ്രമിക്കും. അനിശ്ചിതാവസ്ഥകളെല്ലാം മറികടന്ന്, എല്ലാവിധ സ്തംഭനാവസ്ഥയെയും മറികടന്ന് പ്രവർത്തനത്തിൽ ഊർജവും ഒരു ഉന്മേഷവുമൊക്കെ വന്നു ചേരും. പ്രവർത്തന മാന്ദ്യം മാറി എല്ലാം ശുഭമായി തീരുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരും. ജനസേവന കാര്യങ്ങളിൽ ഏർപ്പെടും. അധ്വാനഭാരം അല്പം കുറയും. തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. പുതിയ ആളുകളുമായി പുതിയ സൗഹൃദവുമായി പരിചയപ്പെടുകയും അതുവഴി പുതിയ കർമ്മ പദ്ധതികൾ പ്ലാൻ ചെയ്യുകയും ചെയ്യും. കർമ്മരംഗത്തെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും. തൊഴിൽപരമായി അല്പം തിരക്ക് കൂടും. പൊതുവെ പറഞ്ഞാൽ അനുകൂലമായ ഒരു ദിവസമാണ് 25/3/2025. കന്നിരാശിക്കാർ അവരുടെ ഈ ദിവസം പൂർണ്ണ ഗുണഫലമായി തീരുന്നതിന് രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ ശോഭനമായി തീരും. ത്രിപുരസുന്ദരി മന്ത്ര അർച്ചനയൊക്കെ കഴിക്കുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാണ്. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ഉദ്യമങ്ങളെല്ലാം, ഏതൊരു കാര്യത്തിലും ആ പുതിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഗുണഫലങ്ങൾ നൽകും. വീട് പുതുക്കി പണിയുവാനുള്ള ഒരു തീരുമാനമുണ്ടാകും. സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും ഉണ്ടാകും. കച്ചവടം അല്പസ്വല്പം അഭിവൃദ്ധിപ്പെടും. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു അഴിച്ചുപണി ഉണ്ടാകും. കുടുംബ ബന്ധങ്ങളിലുള്ള പാളിച്ചകൾ ഇല്ലാതാവും. സന്താനങ്ങൾ വഴി ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. രോഗദുരിതങ്ങളിൽ നിന്നും കരകയറും. പുതിയ ആശയങ്ങൾ നടപ്പിലാക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്നും ഗുണമുണ്ടാകും. ആഗ്രഹിച്ച പഠന മേഖലകൾ തിരഞ്ഞെടുക്കാനാവും. കൃഷി, വ്യവസായം എന്നിവയിൽ പണം മുടക്കുന്നത് ശോഭനമായി തീരും. തുലാരാശിക്കാർ അവരുടെ രാശിനാഥയായ മഹാലക്ഷ്മിയെയും വിഷ്ണു ഭഗവാനെയും പ്രാർത്ഥിക്കുന്നതോടുകൂടി ഈ ദിവസം ഏറ്റവും ശോഭനമായി തീരുന്നതാണ്. വൃശ്ചിക രാശിക്കാർക്ക് വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. പുതിയ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിന് ശ്രമിക്കും.
കർമ്മരംഗത്ത് നവീന പദ്ധതികൾ പ്ലാൻ ചെയ്യും. മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമായ ഒരു അംഗീകാരമോ പ്രോത്സാഹനമോ ലഭിക്കും. ആഗ്രഹിച്ച പഠന മേഖലകൾ തിരഞ്ഞെടുക്കുവാനും അതിൽ പ്രവർത്തിക്കുവാനുമുള്ള ഒരവസരം വന്നു ചേരും. കൃഷി, വ്യവസായം എന്നിവയിൽ നിന്നും ചെറിയ രീതിയിൽ ധനസമ്പാദനം ഉണ്ടാവും. കലാരംഗത്ത് അവസരങ്ങൾ വർദ്ധിക്കും. ജീവിത രീതി ക്രമീകരിക്കും. അപ്രതീക്ഷിതമായ ലോട്ടറി ഭാഗ്യം എന്തെങ്കിലും പ്രതീക്ഷിക്കാം. രാശിനാഥയായ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാവിഷ്ണുവിൻ്റെ ഏതെങ്കിലും ഭാവത്തെ പ്രാർത്ഥിക്കുമ്പോൾ ഗുണഫലങ്ങൾ വർദ്ധിക്കും. ധനുരാശി. നടക്കില്ല എന്ന് തീരുമാനിച്ചിരുന്ന കാര്യങ്ങൾ പുനർപരിഗണിക്കുന്നതിനൊരു അവസരം വന്നു ചേരും. ജീവിതത്തിൽ വരുത്തുന്ന ചിട്ടകൾ കാര്യപ്രാപ്തിയിലെത്തിക്കും. പ്രതീക്ഷിച്ച സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കും. തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തും. പരീക്ഷണങ്ങൾ വിജയിക്കും. ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ വിട്ടുവീഴ്ചകൾക്ക് ശ്രമിക്കും. ശുഭപ്രതീക്ഷകൾക്ക് ഗുണം വരുന്നതാണ്. ഇഷ്ടവിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള ശ്രമം തുടരും. സംയുക്ത സംരംഭങ്ങളിൽ പണം മുടക്കുന്നതിന് ഒരു തീരുമാനമുണ്ടാകും. വീട് മാറി താമസിക്കുന്നതിനുള്ള ആലോചനയും ഉണ്ടാകും. ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ വളരെയേറെ കഷ്ടപ്പെടേണ്ടതായി വരും. പങ്കാളികളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കും. കേസുകളിൽ വിജയപ്രാപ്തി കണ്ടെത്തുന്നു. രാശിനാഥനായ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി തരും. മകരം രാശി. പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നു. പരിശ്രമത്തിലൂടെ പല നേട്ടങ്ങളും കൈവരും. അർഹതപ്പെട്ടവരെ സഹായിക്കുവാനുള്ള ഒരു അവസരം വന്നു ചേരും. ഒരുപാട് ശുഭകാര്യങ്ങൾ ചെയ്യണമെന്ന പ്രതീക്ഷയോടെ ദിവസം ആരംഭിക്കുമെങ്കിലും പലതും പൂർത്തീകരിക്കാൻ വയ്യാതെ വിഷമിക്കുന്നതായി കാണാം. വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടിയും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങൾക്ക് ഒരു തീർപ്പുണ്ടാവും. വലിയ ചില പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുമെങ്കിലും അത് പാസ്സാക്കിയെടുക്കുവാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായി വരും. പരീക്ഷകളിൽ വിജയിക്കും. നല്ല കൂട്ടുകെട്ടുകൾക്കായി ശ്രമിക്കുകയും ഒരു പരിധിവരെ അതിൽ വിജയിക്കുകയും ചെയ്യും. പ്രശസ്തി വർദ്ധിക്കും. കുട്ടികളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. കുടുംബ അന്തരീക്ഷം മെച്ചമാകും. സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങൾ അല്പം ഗുണഫലം നൽകുന്നതാണ്. പൊതുവെ ഹനുമാൻ സ്വാമിയെയും ധർമ്മശാസ്താവിനെയും പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ഗുണഫലങ്ങൾ നൽകുന്നതാണ്. കുംഭം രാശി. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിട്ട് പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ കഴിയാതെ വിഷമിക്കുന്നതായി കാണാം. തൊഴിൽപരമായി ആനുകൂല്യങ്ങൾ ലഭിക്കുമെങ്കിലും പ്രതീക്ഷിച്ചത്ര ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിൽ അല്പം നീരസം അനുഭവപ്പെട്ടേക്കാം. വീട് നിർമ്മാണം പൂർത്തീകരിക്കുമെങ്കിലും കാലതാമസം വന്നതിനാൽ കുറച്ച് ധനനഷ്ടം വന്നു കാണണം. സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള ഒരു വകതിരിവ് വന്നു ചേരും. ധൈര്യവും സാഹസികതയും കൂടും. തന്ത്രപരമായി പല കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള ഒരു ആർജവം ഉണ്ടാവും. ഭാവിയിൽ ഗുണകരമാകുന്ന ചില പദ്ധതികൾ ആവിഷ്കരിക്കും. ബാധ്യതകൾ തീർക്കും. ഇഷ്ടകാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തും. വസ്തുവകകളിലുള്ള തടസ്സങ്ങൾ മാറും. ഉറ്റവരുടെ സ്നേഹാദരങ്ങൾ ലഭിക്കും. സഹോദരങ്ങളും സുഹൃത്തുക്കളും വലിയ സഹായിയായി വന്നു ചേരും. ഗുരുജനങ്ങളുടെ സഹായ സഹകരണവും പ്രതീക്ഷിക്കാം. വിഷ്ണുമായ സ്വാമി, അതുപോലെ ചതൻ സ്വാമി, അതുപോലെ ധർമ്മശാസ്താവിൻ്റെയൊക്കെ അനുഗ്രഹം ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുകയും മഹാവിഷ്ണുവിനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ ശോഭനമായി തീരുന്നതാണ്. മീനം രാശി. കച്ചവടത്തിൽ അല്പം ലാഭം വർദ്ധിക്കും. കുടുംബാന്തരീക്ഷം കലുഷിതമാകുമെങ്കിലും ഉച്ച കഴിയുമ്പോഴേക്കും പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമം സഫലീകരിക്കും. വ്യാകുലതകൾ നീങ്ങും.
കച്ചവടത്തിൽ അല്പം ലാഭം പ്രതീക്ഷിക്കാം. ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷയും വർദ്ധിക്കും. മഹത്തായ കാര്യങ്ങൾ സാധിച്ചെടുത്തതുപോലെ ഒരു അന്തരീക്ഷം വന്നു ചേരും. പുതിയ മംഗളകർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു തീരുമാനമുണ്ടാകും. പുതിയ കർമ്മ പദ്ധതി രൂപപ്പെടുത്തി നടപ്പിലാക്കുന്നതിന് ശ്രമിക്കും. പൊതുപ്രവർത്തകർക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഐ.ടി. മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ദിവസം അനുകൂലമാണ്. അധ്വാനിക്കാനുള്ള മനസ്ഥിതി ഉള്ളതുകൊണ്ട് പല വിധത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാകും. സ്വന്തമായി ഓരോ സംരംഭങ്ങളും ആരംഭിക്കാനുള്ള ഒരു ഊർജം വന്നു ചേരുകയും രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അമ്മയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. 27 നക്ഷത്രക്കാർക്കും തിരുവോണം നാളിൽ, അതായത് മഹാവിഷ്ണുവിൻ്റെ ദിവസമായ തിരുവോണം നാളിൽ ഏകാദശി വരുന്നത് കൊണ്ട്, ചൊവ്വാഴ്ചയായതുകൊണ്ട് ഭദ്രയെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിച്ച് എല്ലാവിധ സൗഭാഗ്യങ്ങളും നേടുവാൻ 12 രാശിക്കാർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.